തെരഞ്ഞെടുപ്പ് ഫണ്ട് വെട്ടിപ്പിന് പിന്നാലെ ബി.ജെ.പിയിൽ പെയ്ഡ് സീറ്റ് ആരോപണവും നടക്കുകയാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 9 ജില്ലകളിൽ സീറ്റ് കച്ചവടം നടത്തിയെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ഘടകകക്ഷികളിൽ നിന്നടക്കം പണം വാങ്ങി സീറ്റ് കച്ചവടം നടത്തി. അതേസമയം തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഒതുക്കി തീർക്കാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് ബി.ജെ.പി കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ കൂടി നടത്തുന്നത്. ഇപ്പോൾ വിവരങ്ങളുമായി അഞ്ജു കൂടി ചേരുന്നുണ്ട്. അഞ്ജു, ഗുഡ് മോർണിംഗ്. അഞ്ജു, ഇങ്ങനെ ബി.ജെ.പിയിലെ വിവാദങ്ങളൊന്നും ഒഴിയുന്നില്ല. ദിനംപ്രതി ഓരോ പുതിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിപ്പോൾ പെയ്ഡ് സീറ്റ് വിവാദം കൂടി വന്നിരിക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കച്ചവടം നടന്നെന്നാണ് ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. എന്താണ് വസ്തുത? അതെ അവന്തിക, ഈ ഫണ്ട് തട്ടിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ പെയ്ഡ് സീറ്റ് ആരോപണവും കൂടി ബി.ജെ.പി വലയ്ക്കുന്നത്. കുറച്ച് ദിവസങ്ങളായി പെയ്ഡ് സീറ്റ് ആരോപണത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 9 ജില്ലകളിലാണ് പെയ്ഡ് സീറ്റ് ആരോപണം, അതായത് ബി.ജെ.പിക്കുള്ളിൽ പെയ്ഡ് സീറ്റ് ആരോപണം കൂടി ഉണ്ട് എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നത്. ബി.ജെ.പി സ്വയം വിജയസാധ്യത കൂടുതൽ അവർ തന്നെ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിലാണ് ഇത്തരത്തിൽ പൈസയ്ക്ക് ഈ കാശ് വാങ്ങി സീറ്റ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തിയത്. അത് ഏകദേശം 20-ലധികം മണ്ഡലങ്ങളിൽ ഇത്തരത്തിൽ പെയ്ഡ് സീറ്റ് ആരോപണം ഉണ്ട് എന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ആരോപണം. അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരു വിവരം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് ഏറ്റവും അധികം പെയ്ഡ് സീറ്റ് ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഘടകകക്ഷികളിൽ നിന്നടക്കം വലിയ രീതിയിൽ പണം വാങ്ങിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സീറ്റ് കച്ചവടം നടത്തിയത് എന്നുള്ള കാര്യമാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഈ വിഷയം ഇപ്പോൾ പുറത്തു വരാൻ കാരണമെന്ന് പറയുന്നത് വലിയ രീതിയിൽ വിജയസാധ്യത സ്ഥാനാർത്ഥികൾക്ക് നൽകി ഇവിടെ വിജയിക്കും, ഈ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വിജയസാധ്യതയുണ്ട്, എൻ.ഡി.എക്ക് വിജയസാധ്യതയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള സീറ്റുകളിലൊക്കെ പണം വാങ്ങി സീറ്റ് കച്ചവടം നടത്തിയത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ആ കാര്യം നമ്മൾക്ക് മനസ്സിലായി, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനൊന്നും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഈ പണം കൊടുത്ത് മുതിർന്ന നേതാക്കൾക്ക് പണം കൊടുത്ത് സീറ്റ് വാങ്ങിയവരൊക്കെ എതിരായി തുടങ്ങി. ഇനി ഇത്തരത്തിൽ തങ്ങൾ നൽകിയ പണത്തിൻ്റെ കാര്യങ്ങൾ അവർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വന്നത്. ഈ വാർത്ത പുറത്തു വന്ന സമയം കൂടിയാണ് ബി.ജെ.പിയെ കൂടുതൽ വെട്ടിലാക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്ന സമയം എന്ന് പറയുന്നത് ഫണ്ട് തട്ടിപ്പുമായി വലിയ രീതിയിൽ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കോർ കമ്മിറ്റി യോഗങ്ങൾ ചേരാത്തതിൽ വലിയ വിമർശനങ്ങൾ നടക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ തലയിലാണ് എല്ലാ തരത്തിലുള്ള വിവാദങ്ങളുടെയും മുന കൊണ്ട് നിർത്തിയിരിക്കുന്ന മുതിർന്ന നേതാക്കളടക്കം. അത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധിയിലായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ പെയ്ഡ് സീറ്റ് ആരോപണം കൂടി വരുന്നത്. ഈ പെയ്ഡ് സീറ്റ് ആരോപണത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് എറണാകുളം ജില്ലയിലെ നേതൃത്വമായിരിക്കും. കാരണം 10-ലധികം സീറ്റിലാണ് എറണാകുളം ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ പെയ്ഡ് സീറ്റ് ആരോപണം, സീറ്റ് കച്ചവടം നടത്തി എന്നുള്ളൊരു കാര്യം പുറത്തു വരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നാലെ തന്നെയാണ് ഈ ഫണ്ട് വെട്ടിപ്പ് ആരോപണവും നിലനിൽക്കുന്നത്. ഫണ്ട് വെട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് കോർ കമ്മിറ്റി യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്നാണ് മുതിർന്ന നേതാക്കളടക്കം പറയുന്നത്. ഇതിൽ കൃത്യമായി തന്നെ മറുപടി നൽകണം, അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള വിചാരണകളടക്കം നടക്കും. കാരണം വലിയ രീതിയിൽ മാധ്യമങ്ങൾ വ്യാജ വാർത്ത നൽകുന്നു എന്നാണ് ബി.ജെ.പിയുടെ ഒരുപക്ഷ നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് ഉടനടി തന്നെ കോർ കമ്മിറ്റി യോഗം വിളിച്ചുകൂട്ടി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തണമെന്ന കാര്യം കൂടി മുതിർന്ന നേതാക്കൾ അറിയിക്കുന്നുണ്ട് അവന്തിക.